എന്താ മനുഷ്യ കാണിച്ചത്? വത്സമാഷ മാവിന്ന് വീണു. അതിന് എന്നെ തല്ലിട്ട് എന്തിനാ? നീ കുറുകച്ചാൽ എന്റെ കുഴപ്പമാണോ? പശുവിന് ഞാൻ എന്ത് കൊടുക്കും എന്റെ ഈശ്വരാ? ഓ, കറവയില്ലാത്ത പശുവല്ലേ, ഒന്നും കൊടുക്കണ്ട. നമ്മുടെ സ്കൂളിലെ വത്സമാഷാണോ മാവിന്ന് വീണത്? പിന്നെ ഏത് വത്സമാഷ ഇരിക്കുന്ന മാവിന്ന് വീഴാൻ? സ്കൂളിലെ മാവിന്നാണോ? അതല്ലേ കുഴപ്പമായത്. 19 അടി മോളിന്നാ, നടുവൊടിഞ്ഞു കാണും. സ്വന്തം സ്കൂളിലെ ഒരു മാഷ് മാവേന്ന് വീണെന്നറിഞ്ഞാ അങ്ങോട്ട് പോയി നോക്കണ്ട, ഇങ്ങോട്ട് ഓടി വരിക വേണ്ടത്. ഇടി അങ്ങോട്ട് എന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറയും. കാറിന്റെ കൂലിയും ഡോക്ടറുടെ ഫീസും എന്റെ തലേ വരും. ഈ മാഷ് എന്തിനാ വെച്ചാ മാവേ കയറിയത്? DPEP. ഇടി ഇപ്പൊ നമ്മുടെ സ്കൂളിൽ DPEP വിദ്യാഭ്യാസം അല്ലേ? പണ്ടൊക്കെ മാഷന്മാര് കുട്ടികളെ പഠിപ്പിക്കും. ഇപ്പൊ മറിച്ചാ, കുട്ടികൾ പറയും, മാഷന്മാരനുസരിക്കും. ഏതോ ഒരു DPEP ചെക്കൻ മാഷെ മാവേ കയറി എങ്ങനെയാ മാങ്ങാ പറിക്കുന്നു ചോദിച്ചപ്പോ ഈ കൂശ്മാണ്ട മാഷ അള്ളി പിടിച്ച് മാവേ കയറി എന്നാ പറയുന്നത്. എന്റെ വാരഫലത്തിൽ ആകസ്മികമായി ഒരു ഭാഗ്യം കൈവരുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴല്ലേ മനസ്സിലായത്. എടി വത്സം മാഷക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒഴിവിൽ വേറെ ആളെ ചേർക്കാം. ഒരു സീറ്റിന് ഇപ്പോഴത്തെ റേറ്റ് എത്രന്നാ വിചാരം? ഓരോ മാനേജന്മാർ പറയുന്ന കേട്ട കൊതിയാവും. 4 ലക്ഷം രൂപയാ. ഭഗവാനെ രക്ഷിക്കണേ. അയ്യോ, അത് വത്സം മാഷെ കൊണ്ട് ആശുപത്രി പോകുന്ന കാറായിരിക്കും. മോളെ അച്ഛൻ കൊച്ചി പോയെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ വത്സം മാഷ മാവേന്ന് വീണു. ദേശം ഗുരുതരാണെന്ന് തോന്നണേ. മാനേജറില്ലേ? അച്ഛനകത്തുണ്ട്. സംഗതി അറിഞ്ഞു. സ്കൂളിലേക്ക് പുറപ്പെടാൻ നിൽക്കായിരുന്നു. ഞാൻ സംഭവം പറഞ്ഞ് ഞെട്ടിപ്പോയി ഹെഡ്മാസ്റ്ററെ. ദേഹമാസകലം തടച്ചു വീട് ഞാൻ ഒന്ന് കിടന്നുപോയി. എന്നാലും എന്റെ വത്സം മാഷേ, നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ. ഈ DPEP വിദ്യാഭ്യാസം കാരണം. ഭഗവാനെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് കരഞ്ഞു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. സാറ് കാറിക്കാറ്. അയ്യോ, ഒരാള് ബോധം കെട്ടി കിടക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ വയ്യേ. നിങ്ങൾ പോയാ പോരെ? എങ്ങനെയാണ്? അച്ഛൻ പേഴ്സ് എടുക്കാൻ മറന്നല്ലോ. ആശുപത്രി ചെന്ന കാശിനും വല്ല ആവശ്യം വന്നാല് ഡ്രിപ്പ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങണം. എന്തായി? ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. അവിടെ സർ, ഇത് പുറത്തുനിന്ന് വാങ്ങണം. ഇത് സർക്കാർ ആശുപത്രിയല്ലേ, മരുന്ന് ഇവിടെ തന്നെ കാണുമല്ലോ. ഈ മരുന്ന് പുറത്തുനിന്ന് തന്നെ വാങ്ങണം. എന്തിന്? ഈ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ പണമാണല്ലോ. ഡോക്ടർ, ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല എന്നാ ഇവര് പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തോളലിന് ഫ്രാക്ചർ ഉണ്ടോ സംശയമുണ്ട്. ചത്തുപോകുമോ ഡോക്ടർ? MRI സ്കാൻ ചെയ്യണം. ഇവിടെ അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അയ്യോ, അപ്പൊ വഴി കിടന്ന് ചത്തുപോയാലോ ഡോക്ടർ? ചത്തുപോകുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വത്സം മാസ്റ്റർ ജീവൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഡോക്ടർ. എങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കണം. ഈ സ്കാനിങ്ങിനൊക്കെ ഒരുപാട് കാശാവോ ഡോക്ടർ? ഓളലിന്റെ മാത്രമല്ല, നട്ടെല്ലിന്റെയും കാൽമുട്ടിന്റെ ഒക്കെ എടുക്കേണ്ടി വരും. ഓ, കാൽമുട്ടൊന്നും സാരമില്ല. അത് പിന്നെ നമ്മള് അല്ലേ. ഇയാൾ ആരാ? ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജരാ. ആണോ? അതെ. യു ആർ ഇറിറ്റേറ്റിംഗ് ടു മച്ച്. കൈക്കൂലി കൊടുക്കാത്തൊരു ദേഷ്യവാ. സാർ, കോഴിക്കോടുണ്ട്, സ്കാനും എടുക്കാം, മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഡോക്ടർമാരങ്ങനെ പലതും പറയും. നമ്മൾ അത് കേട്ട് ചാടരുത്. ഒരു 50 രൂപ കൈവച്ചു കൊടുക്കാവോ? എവിടെയും കൊണ്ടുപോകണ്ടെന്ന് യവന്മാര് തന്നെ പറയും. അങ്ങനെ പറയരുത് സാർ. ഡോക്ടർ പറയുന്നത് അനുസരിക്കാതെ വല്ല കുഴപ്പം പറ്റിയാലോ? എന്നാ നിങ്ങളുടെ നിൽക്കേ, ഞാൻ ആളെ കണ്ടിട്ട് വരാം. യെസ്, കം ഇൻ. ഡോക്ടർ, എന്ത് വേണം? ആ മാവേന്ന് വീണ് പരിക്ക് പറ്റിയ വത്സം മാഷില്ലേ, അയാൾക്ക് 4 പെൺമക്കളാ. തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം 6 പേരടങ്ങുന്ന ആ കുടുംബം പുലരാൻ. മരുന്ന് വാങ്ങാനും കോഴിക്കോട് കൊണ്ടുപോകാനും ഒക്കെ ആ കുടുംബം പിച്ചെ എടുക്കേണ്ടി വരും. അതിലും നല്ലത് ദയവ് ചെയ്ത് ഡോക്ടർ ദേഷ്യപ്പെടരുത്. സമാധാനമായിട്ടും സന്തോഷമായിട്ടും ആ ജീവൻ മേലോട്ട് പോകാൻ സമ്മതം. ഡോക്ടർ, ഗെറ്റ് ഔട്ട് ഐ സേ.
എന്താ സംഭവം? ക്ഷമിക്കണം ഡോക്ടർ, കുട്ടികളെ ആശുപത്രി കാണിക്കാൻ കൊണ്ടെന്താ? പക്ഷെ ഗേറ്റിലെത്തിയപ്പോഴേക്കും പിള്ളേരെ നിയന്ത്രണം ഓടിക്കളഞ്ഞു. ആശുപത്രി കാണിക്കാനോ? ആരോട് ചോദിച്ചിട്ട്? നിങ്ങളൊക്കെ ആരാ? DPP അധ്യാപകരാ. കരിക്കുലം അനുസരിച്ചുള്ള പഠനത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഞാനിപ്പോ പോലീസിനെ വിളിക്കും. വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എല്ലാത്തിനെയും? വാസുദേവ അടിച്ചോടിക്കണ. ഓ, എല്ലാം തകർത്തുന്നാ തോന്നണേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ എല്ലാത്തിനും അടിച്ച് കൊന്നുകളയും. സോറി വത്സമാഷെ. വത്സമാഷെ കാണാനും കൂട്ടത്തിൽ കുട്ടികളുടെ ആശുപത്രി സന്ദർശനവും. മരണക്കിടക്കയിലും ഒരു സ്വൈരം തരില്ല അല്ലേ? മരണഘട്ടം കഴിഞ്ഞില്ലേ മാഷെ? അതുകൊണ്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതായിരുങ്ങളെ. DPPക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ജോലിയും വേണ്ട, ശമ്പളവും വേണ്ട. ഞാൻ രാജിവെക്കാൻ പോകും. മാഷെ, ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ വയ്യ, ഇനി വയ്യ. മാവേ കയറാനും 4 കാലേ നടന്ന് നടുപടിക്കാനും ഇനി ഞാനില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. എന്റെ ഒരേ ഒരു മോളുടെ കല്യാണം വരെയെങ്കിലും ഒന്ന് ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ആരും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമായത്. ഞാൻ രാജിവെക്കുന്നു. ഐ ആം റിസൈനിങ്. ലക്ഷങ്ങൾ എത്ര കിട്ടിയച്ചാ? എന്ത് ലക്ഷങ്ങള്? പഠിപ്പിക്കാൻ മിടുക്കുള്ളവരെയാണ് ഞാൻ നോക്കുന്നത്. ആരെ? അച്ഛനോ? 4 ലക്ഷം കിട്ടിയാലേ ആളെ ചേർക്കുമെന്ന് അച്ഛൻ പറയണ കേട്ടല്ലോ. അങ്ങനല്ല. 4 ലക്ഷം വേണേ കിട്ടും. പക്ഷെ പണമല്ല, കഴിവാണ് പ്രധാനം എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അതെ, പണ്ട് ഇവിടെ നീവിനിയായിരുന്ന ഒരു മാഷുണ്ടായിരുന്നല്ലോ. നിയമപ്രകാരം ഈ സീറ്റ് അങ്ങേർക്കല്ലേ കൊടുക്കേണ്ടത്? പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഇപ്പോഴും ഉണ്ട്. അതെ. നിങ്ങൾ ആരും എന്നെ നിയമം പഠിപ്പിക്കണ്ട. അയാളോടൊന്ന് 25,000 രൂപ വാങ്ങിച്ചില്ലേ? ആര് വാങ്ങിച്ചു? ഇല്ലേ? അയാളൊന്നും തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയല്ലോ. ആരും ഒന്നും തിരിച്ചു വാങ്ങിച്ചില്ല. ഇതൊന്നും ദൈവത്തിന് എടുക്കുന്ന പണിയല്ല കേട്ടോ. ഇത് വലിയ ശല്യമായല്ലോ. എന്റെ മോക്ക് എന്റെ അച്ഛൻ കൊടുത്തതാ സ്കൂള്. ഇവക്കിപ്പോ വയസ്സ് എത്ര എന്ന് പുന്നാരെ അച്ഛന് വല്ല നിശ്ചയമുണ്ടോ? സ്കൂള് കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടി കൊണ്ട് ഇവക്ക് വരുന്ന കല്യാണാലോചനകൾ മുഴുവൻ മുടക്കുന്ന നിങ്ങളാ. വിശാലം, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു മനുഷ്യൻ ഇത്രയും പണക്കൊതി പാടില്ല. അമ്മ പറയുന്നത് നേരാണോ അച്ഛാ? സ്കൂള് പോകുന്നുള്ള ഭയം കൊണ്ടാണോ എന്റെ കല്യാണം നടത്താത്തത്? നിന്റെ അമ്മയ്ക്ക് പ്രാന്ത. എങ്കിൽ അമ്മയെ നമുക്ക് വല്ല മനഃശാസ്ത്ര വിദഗ്ധരെയും കാണിക്കാം. മോളെ, സ്കൂൾ നോക്കി നടത്തുന്നത് ഞാൻ മോളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിന്റെ അവകാശം അച്ഛന്റെ പേർക്ക് എഴുതി തന്നേക്കാൻ. അത് നടക്കില്ല അച്ഛാ. ഞാനത് എഴുതി തന്ന അച്ഛനത് അപ്പ തന്നെ മറ്റാർക്കെങ്കിലും വിൽക്കും. അച്ഛൻ മരിച്ച ആ സ്കൂളെങ്കിലും എന്റെ പേരിലുണ്ടല്ലോ എന്ന് കരുതി ഏതെങ്കിലും ഒരു മരങ്ങോടെ നിന്നെ കെട്ടാൻ വന്നെന്ന് വരും. അതുകൊണ്ട് ആ സ്കൂൾ എന്റെ പേര് തന്നെ ഇരിക്കട്ടെ. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അച്ഛനെങ്കിലും ഒന്ന് ഗുണം പിടിച്ചു കണ്ടാ മതിയായിരുന്നു. സാർ, സാർ, ഒരു അപരിചിതനാണ്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ഒരു അപരിചിതനാണ്. വാതിൽ. ഞാൻ ശങ്കരനാരായണൻ, കേരള TTC 86 ബാച്ച്, നാട് കുറുവാഞ്ചേരി. കൊപ്ര കച്ചവടക്കാരൻ ഇസ്മയിൽ രാത്രി 10 മണിക്കാണ് വിവരം പറയുന്നത്. ആരാ ഈ പാതിരാത്രി കയറുമെന്ന് ഒച്ച വയ്ക്കുന്നേ? ഞാൻ കേരള TTC സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഇതിനൊന്നും നേരവും കാലമൊന്നും ഇല്ലേ? രാത്രി 2 മണിക്കാണോ KTC? ഇതാരാ, മകളാണോ? അയ്യോ, ഇതെന്താ സൈക്കിളോ? പോലെയായി മുഴുവൻ മണ്ണായില്ലോ. മുറ്റത്ത് വെച്ചാ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. ടയർ അടിക്കുന്ന പറ്റിയൊന്നും ഇവിടെ ഇല്ല. ആരാമേ? ഏതോ ഒരു KTC. KTC അല്ല, കേരള TTC, നാട് കുറുവാഞ്ചേരി. ഇതാരാ, ഭാര്യയാണോ? കുറുവാഞ്ചേരിയിൽ ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വന്നോ?
25 കിലോമീറ്ററല്ലേ ഉള്ളൂ. സാധാരണ 50-100 കിലോമീറ്റർ ഒക്കെയാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാള് കുറച്ചായേ. സൈക്കിൾ ഇറക്കി നോക്കണോ? നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. അയ്യോ എന്താ? എവിടെ നോക്കട്ടെ. 4 ലക്ഷമാണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞു. അത് ഇച്ചിരി കൂടുതലാണ്. എന്നാൽ സീറ്റ് എനിക്ക് വേണം. സീറ്റ് തരാം, പക്ഷെ ഉറപ്പ് തരണമെങ്കിൽ പകുതി പണം അഡ്വാൻസ് ആയിട്ട് ഉടനെ കിട്ടണം. ഓ സമാധാനായി. മറ്റാർക്കെങ്കിലും ഇതിനകം വാക്ക് കൊടുത്തിരിക്കുമെന്നുള്ള ഭയമായിരുന്നു. എങ്കിൽ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല. അഡ്വാൻസ് ആയിട്ട് വരാം. മറക്കരുത്, ശങ്കരനാരായണൻ, കേരള TTC, കുറുവാൻ. ഏതവനാണത്? ഞാൻ ശങ്കരനാരായണൻ. അയ്യോ എന്റെ ചട്ടിയൊക്കെ പൊട്ടിച്ചു. ഇയാൾ ഈ സൈക്കിൾ നോക്കിയെടുത്ത് എങ്ങോട്ട് പോകുന്നു? മുറ്റത്ത് വെച്ച സൈക്കിളിന്റെ ടയർ പട്ടി കോലേജ് സൈക്കിൾ കെട്ടിയൊക്കെ ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ട് ഇറക്കും? അല്ല, പട്ടി. പട്ടി എന്റെ തന്ത. ഇങ്ങോട്ട് ഇറക്കാം. അടിച്ചു വരിട്ടതേ ഉള്ളൂ. ഞാൻ അഡ്വാൻസ് കൊണ്ട് വന്നതാ. എന്താ വിശാലം ഇത്? വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ ദീദി, ഇയാൾ ചട്ടി പൊട്ടിച്ചു. ഒരു ചട്ടി പൊട്ടിയെങ്കിൽ 10 ചട്ടി വേറെ വാങ്ങിക്കാമല്ലോ. വിട്ടേക്കമ്മേ, അച്ഛന്റെ 4 ലക്ഷത്തെ ഉപദ്രവിക്കാതെ. 4 ലക്ഷം എന്നൊക്കെ ആദായ നികുതിക്കാർ കേട്ടാ നമ്മളെല്ലാം അകത്താവും. എന്തായാലും 4 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ആളെ ചേർക്കുന്നതെന്ന് അച്ഛനിപ്പോ സമ്മതിച്ചോ? എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ. ഈ തുക കിട്ടിയിട്ട് വേണം മോളെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ. ഓ എന്തൊരഭിനയം. അപ്പൊ കാര്യങ്ങൾ പരസ്പര പൂരകമാണ്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. എന്റെ 4 ലക്ഷം കിട്ടിയിട്ട് വേണം മകളെ കല്യാണം കഴിപ്പിക്കാൻ. ലക്ഷത്തിന്റെ കാര്യം പതുക്കെ പറയാൻ പറഞ്ഞിടൂ. അഡ്വാൻസ് തുക തൽക്കാലം 1 ലക്ഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 2 ലക്ഷം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ട് ശരിയാവും, ഉടനെ ശരിയാവും. ഇതങ്ങ് വാങ്ങിയാട്ടെ. അല്ല അത് ബാക്കി 3 ലക്ഷം കിട്ടിയിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്താൽ മതിയെന്നേ. അല്ല, എനിക്കിതിനൊരു രസീതി വേണം. അതൊന്നും നടക്കില്ല. ആദായ നികുതിക്കാണെങ്കിൽ നമ്മളെ 2 പേരെ അകത്താക്കും. അപ്പോ ഞാൻ പുറത്തു പോയി 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വന്നാൽ? അല്ല സാറി, തുക വാങ്ങിച്ചോന്ന് എനിക്കൊരു ഉറപ്പിന്. സാക്ഷികളല്ലോ ഈ നിൽക്കുന്നത്. ഇത് മതിയാ? പോരെങ്കിൽ ഏറ്റവും വലിയ സാക്ഷിയല്ലേ മോള് നിൽക്കുന്നത്. ആര്? കർമ്മസാക്ഷി, സൂര്യഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ബാക്കി 3 ലക്ഷം സംഘടിപ്പിക്കണമല്ലോ. പൊട്ടിയ ചട്ടി വാങ്ങിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളാ ഈശ്വര. ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്തിന്? ആരാ നിങ്ങള്? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാക്കി പിന്നെ ചോദിക്കോ? വീട്ടിൽ നിന്നൊന്നും പറഞ്ഞില്ലേ? വീട്ടില് ഞാൻ ഈയിടെയായിട്ട് വീട്ടിൽ പോവാറില്ല. എനിക്ക് ലേശം തിരക്കോട്ടെ. ഞാൻ ഗോകുലേഷ്ടം മാസ്റ്റർ, യശോദ ടീച്ചറുടെ പ്രസവാവധിക്ക്. യശോദ ടീച്ചർ ആര് പ്രസവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശൂശൂന്ന് ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു മൂർഖം പാവ് 10 എടുത്ത് നിൽക്കുകയാണ്. ഇടവഴിയിൽ ഒളിച്ചത് മനുഷ്യനെ പേടിപ്പിക്കുന്നു. ക്ഷമിക്കണം, സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് മുഖം വെളിയിൽ കാണിച്ചാൽ മതിയെന്ന് കരുതി. അതുകൊണ്ടാണ് വിളിച്ചിരുന്നത്. പോരുന്ന വഴിക്ക് കാഞ്ഞിരപ്പാല ചന്തയിലിറങ്ങി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കശുവണ്ടിപ്പരിപ്പ് ഉണക്കമീനും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ ഗോപാലകൃഷ്ണൻ? ഗോകുലകൃഷ്ണൻ സാറിന്റെ സ്കൂളിൽ ചേരാൻ. ഓ ഗോകുലകൃഷ്ണൻ. ഞാന് വേറെ ആരും ആണെന്ന് തെറ്റിദ്ധരിച്ചു. പറയട്ടെ പക്ഷേ എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് ഓർമ്മശക്തി തീരെ ഇല്ല. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി സംസാരിക്കാം. അപ്പൊ ഈ 4 കൊല്ലത്തിനിടയ്ക്ക് വേറെ ജോലിയൊന്നും ശരിയായില്ലേ? പലതും ചെയ്തു. കൃഷി വകുപ്പിന്റെ കീഴിൽ നെല്ലിന് മരുന്നടി, ജനകീയാസൂത്രണത്തിന്റെ റോഡ് വെട്ട്. പിന്നെ സാറിനോടായോണ്ട് സത്യം തുറന്നു പറയാലോ, 1-2 മാസക്കാലം കടവങ്കോട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പട്ടിപിടുത്തക്കാരനായിട്ടും ജോലി ചെയ്തു. പട്ടിപിടുത്തമൊക്കെ എങ്ങനെ പഠിച്ചു? സാർ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡോക്ടറും എഞ്ചിനീയറും പട്ടിപിടുത്തക്കാരനും ഒളിഞ്ഞിരിപ്പുണ്ട്. അതാത് സാഹചര്യത്തിൽ ഓരോന്നായി പുറത്തു വരും, അത്രേ ഉള്ളൂ. സാറിന്റെ കത്ത് കൈ കിട്ടിയപ്പോ എനിക്കുണ്ടായ സന്തോഷം. ഇതങ്ങോട്ട് വാങ്ങിയട്ടെ. കത്തോ? ഏത് കത്ത്? സാർ അയച്ച കത്ത്. വത്സം മാസ്റ്റർ റിട്ടയർ ചെയ്തെന്നും ഞാൻ ഉടനെ വന്ന് ജോയിൻ ചെയ്യണമെന്നൊക്കെ. ഇത് ഈ കത്ത് ശരിക്കൊരു മൃതസഞ്ജീവനിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു.
ഇങ്ങനെ ഒരു കത്ത് ആറ്റ് നോറ്റിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു കത്ത് അയച്ചെങ്കിലും ഉടനെ മാഷെ അങ്ങനെ ബാക്കി അപ്പോയിന്റ് രൂപ 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. പണമല്ലല്ലോ കാര്യം. അപ്പൊ അന്ന് 25,000 രൂപ മതിയോ? ഗോപാലകൃഷ്ണൻ മാഷേ, ഗോകുലകൃഷ്ണൻ മാഷ്. അതെന്തുമാവട്ടെ, ഇങ്ങനെ ഒരു കത്തയച്ചതിന് ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയും കൂലങ്കഷമായി ഞാൻ ആലോചിച്ചത്. ഏത് വശങ്ങൾ? അണ്ടിപ്പരിപ്പ് ഉണക്കമീനും. ഇതൊക്കെ വാങ്ങിച്ചോട്ടെ ആര് പറഞ്ഞു? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമാണെന്ന് വിചാരിച്ച് നേരം എടുത്താൽ വൈകുന്നേരം വരെ ഉണക്കമീൻ കഴിച്ച് അണ്ടിപ്പരിപ്പ് തിന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? തോന്നുമ്പോ എടുത്ത് തിന്നാലോ. മോളെ സ്നേഹതേ, ചായ ഇപ്പൊ വേണ്ട. വേണ്ടാത്തോണ്ടാ. അച്ഛൻ വിളിച്ചോ? ആ ഇയാളുടെ ഈ പൊതി മേടിച്ച് അകത്തങ്ങനെ കൊണ്ടിട്ട്. ലതക്കുട്ടി ഇപ്പോഴും ടൈപ്പ് ഓടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, നിർത്തി. ഫീസ് കൊടുക്കാൻ എവിടുന്നാ കാശ്? അല്ലേ അച്ഛാ? സത്യമായിട്ട് ഞാൻ കരുതിയത് ലതക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കാണുമെന്ന. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു നല്ല ചെറുക്കനെ ഇങ്ങോട്ട് വിടട്ടോ. നീ അകത്ത് പോ. ഇനി അകത്ത് പോവാൻ. എന്തിനാ അവിടെ നേരെ ഒച്ച വെക്കുന്നത്? അവളെ എന്ത് തെറ്റ് ചെയ്തു? വേറെ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്ന ആരുടെയെങ്കിലും മെക്കെട്ട് കയറിക്കോളും. നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. മോളെ ക്ഷണിച്ചപ്പോ അമ്മ കൂടെ വന്നതാ. എന്താ പാടില്ലേ? എല്ലാരും കൂടെ ഒന്ന് പാർത്ത് പിടിപ്പിക്കും. അച്ഛന്റെ അകലെ പൊട്ടിക്കുന്നതിന് മുമ്പ് മോളിക്ക് പോരെ. വാ. ഞാൻ വന്ന സമയം ശരിയായില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒട്ടും ശരിയായില്ല. ഒന്നാമത്തെ കാര്യം, ഈ സ്കൂൾ ബിൽഡിങ്ങിന് ഒരു വിള്ളലോ ഒരു വലിയ വിള്ളല്. അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് തന്നാലേ ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റൂ. ഞാൻ വെയിറ്റ് ചെയ്യാ. മാഷേ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ മാത്തുക്കുട്ടി നിങ്ങളെ കൊല്ലുന്നു പറഞ്ഞ് നടക്കുക. എന്റെ ജീവനേക്കാൾ വലുതാണ് എനിക്ക് ഈ ജോലി. വീട്ടിൽ പറയണം മാഷേ, ഒരു ജോലി പോയാൽ 10 ജോലി വേറെ കിട്ടും. ജീവൻ പോയാൽ പിന്നെ പോയതാ. എങ്കിൽ ഞാൻ സാറിനോട് മറ്റൊരു രഹസ്യം തുറന്നു പറയാം. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എനിക്കൊരു വധഭീഷണി ഉണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് കേക്ക്. മാഷ് തൽക്കാലം പോ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ കത്തയക്കാം. ജോലി കിട്ടിയെന്ന് നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. തന്നെയുമല്ല, കടവങ്കോട് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എനിക്കൊരു ഗംഭീര യാത്രയപ്പം തന്നാ വിട്ടത്. എന്നിട്ടിപ്പം മടങ്ങി ചെല്ലാന്നൊക്കെ പറഞ്ഞാ ഒരു കാര്യം ചെയ്യാം. സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ പോവാം. എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരാം.